അപ്പൊ എന്തായാലും അധികം സമയം എടുക്കുന്നുണ്ട്, വളരെ ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്താനുള്ളതാണ്. എൻ്റെ പേര് റാഫി, കോഴിക്കോടാണ് സ്വദേശം. ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട് ഏകദേശം 3.5 വർഷമായി കൺസെപ്റ്റിലേക്ക് വന്നിട്ട് കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെന്റ് മേഖലയിൽ വർക്കൗട്ട് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ വന്ന സമയത്ത് ബിസിനസ് ചെയ്യുന്ന ആളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു ഇവിടെ, അദ്ദേഹം പോലീസ് ഓഫീസറാണ്, അദ്ദേഹം സെയിൽസ്മാൻ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർമിയിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ആള് എക്സ്പീരിയൻസ് പറഞ്ഞു. ഒരു നമ്മുടെ ബാങ്കിൽ റിസൈൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നു. ഐഡൻ സാർ 2 ഷോപ്പ് ഉണ്ടായിരുന്നു, ഒഴിവാക്കി ബിസിനസ് ചെയ്യുന്നു. എനിക്ക് 100 ഷോപ്പ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ തൊഴിലാളിയാണ്, എവിടെ പോയി എനിക്ക് ജോലി കിട്ടും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കോഴിക്കോട് 22 വർഷം കൂലിപ്പണിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. രാവിലെ പണിക്ക് പോകണം, രാത്രി വീട്ടിലെത്തണം, ഇത് മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ രാവിലെ ഞാനും എൻ്റെ വൈഫും എൻ്റെ 3 മക്കളും പുറത്തോട്ട് ഇറങ്ങും. രാത്രി ഇതാണ് ഞങ്ങളുടെ ലൈഫ്. അപ്പം ആ ഒരു സമയത്ത് കൊറോണ സിറ്റുവേഷൻ ഒക്കെ വന്ന സമയത്ത് ഏകദേശം നമ്മളൊക്കെ സിറ്റുവേഷൻ ഒക്കെ മോശമായല്ലോ. അപ്പം ആ ഒരു സമയത്ത് ഒരു കൊച്ചു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. 9 ലക്ഷം അർബൻ ബാങ്കിൽ കടണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ പ്രൊജക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം നമുക്ക് ഒന്നും എടുക്കാത്ത സമയത്ത് എൻ്റെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള ശിവ സാറാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ എന്നോട് ഈ പ്രൊജക്ട് പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു സാധനം മനസ്സിലായി. ഞാൻ എടുത്ത നോക്കി പറഞ്ഞ മറുപടി നിങ്ങളൊക്കെ പറഞ്ഞു തന്നെ ആയിരിക്കും, അളച്ചേർന്ന പരിപാടിക്ക് നമ്മളെല്ലാം വന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കത് കേൾക്കുന്ന സാധനമല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ആളെ നിർബന്ധം. പക്ഷെ ഞാൻ എന്നാലും ഈ കൺസെപ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം ബോബി സാറ് വിശ്വസിച്ചോ അല്ലെങ്കിൽ ഫിജിക്കാർഡിനെ അതൊന്നും വലിയ വിശ്വാസം അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് 23,000 രൂപ അർബൻ ബാങ്കിൽ മാസം അടയ്ക്കാനുണ്ട്. എങ്ങനെ ഞാൻ ഒപ്പിച്ച് കൂട്ടിയാലും അത് എങ്ങനെ കഴിച്ചാലും 17,000 രൂപയാണ് നിൽക്കും. ഈ മാസം അടയ്ക്കണേ എങ്ങനെയാണ് ഞാനത് എന്ത് ചെയ്യും, അടുത്ത കട വാങ്ങും. പിറ്റേ മാസം എങ്ങനെ കളിച്ചാണെങ്കിൽ ആ 23,000 അങ്ങനെ അടവ് പോയി കഴിഞ്ഞാൽ അത് മുതൽ വരുന്നത് 13, ബാക്കി പലിശയിലേക്കാണ് പോകുന്നത്. അത് അടവ് പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ല, എങ്ങനെ വലിച്ചടിക്കുക. അപ്പൊ എനിക്ക് കടം തരുന്ന ഒരു മനുഷ്യനാണ് ഈ ചെങ്ങായിട്ട്. എനിക്ക് കടം തരാണ്ടായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്, സത്യത്തിൽ പറഞ്ഞാൽ. അല്ലാതെ വേറെ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം 2 കാര്യം പറഞ്ഞുകൊണ്ട് ചീഫ് ഗസ്റ്റിലേക്ക് പോവാം. ഞാൻ ആ സുഹൃത്തിന്റെ ആ ഒരു ആളുടെ ഫ്രണ്ട് ആയതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ്. ഖുറാനിലൊക്കെ പറയുന്നുണ്ട്, പഠിച്ചവൻ എന്താ പറയുക, നല്ല ബന്ധങ്ങൾ തരുന്നു പറയുന്നുണ്ട്, നല്ല അവസരങ്ങൾ തരുന്നു പറയുന്നുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ക്ഷമ അതിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്, അക്ഷമിക്കുക എന്നുള്ളതുകൊണ്ട്. ഈ ഒരു 3 സാധനവും ചിന്തിക്കാൻ നടന്ന ഒരാളാണ്. ഇയാളെ ഞാൻ എൻ്റെ ഫ്രണ്ട് ആയതുള്ള കാരണമാണ് ഈ കൺസെപ്റ്റും എൻ്റെ ലൈഫിലെ എൻ്റെ ഈ ഒരു മാറ്റും ആ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ വന്നതുകൊണ്ട് തന്നെയാണ്. കാരണം എൻ്റെ കടയിൽ ഇയാൾ വരികയാണ്. ഇയാൾ ഗവൺമെന്റ് സെക്ടർ വർക്ക് ചെയ്യുകയാണ്, എഞ്ചിനീയറാണ്. അപ്പൊ എൻ്റെ കടയിലെ സാധനങ്ങൾ ഇയാൾക്ക് ആവശ്യമാണ്. ഞാൻ അക്രലിക്കിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആള് ഈ സാധനം എടുക്കാൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇയാളെ ലിസ്റ്റിനകത്ത് 3 ലക്ഷത്തിന്റെ ഓർഡർ ഉണ്ടാവും. ഇയാൾ എനിക്ക് എപ്പോഴും ഒരു 1.5 ലാഖിന്റെ ഒരു ഓർഡർ തരുള്ളൂ, ബാക്കി തരാറില്ല. അപ്പം ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മൾ ജോലി ചെയ്യാണ്, ജോലി ചെയ്താൽ കൂലി കിട്ടും, അഡീഷൻ ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യില്ല. പിന്നീട് ഈ കമ്മീഷൻ വെച്ച സമയത്ത് നമുക്ക് അവിടെ സെയിൽ കൂടുമ്പോൾ ഒരു കമ്മീഷൻ വെച്ച സമയത്ത് നമ്മൾ കൂടുതൽ സെയിൽ പിടിക്കാൻ തുടങ്ങി. 500 രൂപ പോക്കറ്റ് ഒരുത്തം വന്നാൽ 500 രൂപക്ക് വാങ്ങിക്കാൻ ടെൻഡൻസി കൂടി, കാരണം കൂടുതൽ വരുമാനം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ആയ സമയത്ത് ഇയാളെ നോട്ട് ചെയ്തു. ഫസ്റ്റ് ആൾ സംസാരിക്കുക, കാറിൽ നിന്ന് ഇറങ്ങാറില്ല. 2 വ്യക്തികൾ വന്നിട്ടാണ് അതൊക്കെ എടുക്കാറ്. ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങാറില്ല. ഞാൻ ഡയറക്റ്റ് പോയിട്ട് ആളെ മുട്ടി അവിടെ ചോദിച്ചു, ഇതിൽ 3 ലക്ഷത്തിന്റെ ഓർഡർ ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താ പകുതി തരുന്ന ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വർക്ക് നടക്കൂല. കാരണം ഞങ്ങൾക്ക് കോഴിക്കോട് 4 ഫ്രാഞ്ചൈസ് ഉണ്ട്, 4 സാധനം എടുത്താൽ നമുക്ക് സാധനം ഷോർട്ടിലായിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഷോർട്ട് ആക്കരുത്, ഞാൻ ഫുള്ള് സാധനം ഞാൻ തരും, എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തരും, മുഴുവൻ ഓർഡർ എനിക്ക് തരണം. കാരണം ഞാൻ പ്രാരബ്ധക്കാരനാണ്, നിങ്ങൾ ഓർഡർ കിട്ടുകയാണെങ്കിൽ ഒരു മാസം 10,000 കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് 1-2 തവണ ആളെ ഫോളോ അപ്പ് ചെയ്ത സമയത്താണ് എനിക്ക് ഓർഡർ തരാൻ തുടങ്ങി. ഞാൻ വളരെ റിസ്ക് എടുത്തിട്ടൊക്കെ തന്നെ കൊടുക്കാൻ തുടങ്ങി. ഫ്രണ്ട് ആവാനുള്ള കാരണം ഒരു ദിവസം ഈ മനുഷ്യൻ എന്നെ ഒരു ഓർഡറും ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കോഴിക്കോട് ഫോക്കസ് മാളിലെ പാരഗൺ റെസ്റ്റോറൻറ്റിലേക്ക്. സാധാരണ ബീച്ചിന്റെ അടിയിലെ പാരകളിൽ ഞാൻ പോകാറുണ്ട് കേട്ടോ, അവിടെ പോയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ സാധനത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടോന്ന് അറിയില്ല. അവിടെ പോയ സമയത്ത് ഇയാളും വേറെ 2 വ്യക്തികളുണ്ട്. വലിയ ഓർഡർ, അവിടെ സപ്താർ റിസോർട്ട് ഇല്ലേ വയനാട്ടിലെ, ആ അതിന്റെ ഓർഡറാണ് ഇവർ മൊത്തത്തിലുള്ളത്. ആ ഒരു സമയത്ത് ഇയാൾ എന്നെ വിളിച്ച സമയത്ത് ഇവരെ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ കയറി ചെന്നു. ഞാൻ ട്രാക്ക് സൂട്ട് മണിയിട്ട് കയറി ചെന്നപ്പോൾ എന്നെ നോക്കി അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ലിസ്റ്റ് എടുത്തപ്പോൾ ഏകദേശം 6 ലാഖിന്റെ പുറത്തുള്ള ഓർഡർ ഉണ്ട്, എനിക്ക് ഓർഡർ ഉണ്ട്. അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ എന്നോട് പറഞ്ഞ് കുടിക്കാൻ എന്തേ വേണമെന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ ഫോർമാലിറ്റിക്ക് പറയല്ലോ, ഒന്നും വേണ്ടെന്നുള്ളത്, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, അവർ ഓർഡർ ചെയ്ത ജ്യൂസ് അവർ ഓർഡർ ചെയ്തു. എന്റെ കഷ്ടകാലത്തിലേക്ക് ഞാൻ അപ്പൊ ഈ ജ്യൂസ് വന്ന സമയത്ത് എങ്ങനെ കുടിക്കണം എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ ഞാൻ ഇരുന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തോന്നുന്നത് എന്താന്നുള്ളത്,
അത് എക്സാക്ട്ലി എനിക്ക് സംഭവിച്ച കാര്യമാണ്. കാരണം ഇത് കൊണ്ടുവച്ച സമയത്ത് സാധാരണ നമ്മൾ പോയി ലൈമ കുടിക്കുന്നതല്ലേ, ഇത് കൊണ്ടുവച്ച അതിൻ്റെ അടുത്തുണ്ട് പുതിന, ഏലക്കായ, ഒരു സോസ് പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഷുഗറും ഉണ്ട്, സോൾട്ടും ഉണ്ട്. ഇത് കൊണ്ടുവച്ച സമയത്ത് എനിക്കിത് ഡൗട്ട്, ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയാതെ ശരിക്കും പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. അപ്പൊ അവർ കുടിക്കാൻ അവരെന്നോട് കുടിക്കുന്നത് ഞാൻ വേണ്ട, കുടിക്കുന്നവർ വേണ്ട, അവർ കുടിച്ചാൽ എനിക്ക് ഇത് കുടിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ തുടങ്ങുന്നെങ്കിൽ നോക്കണം, എന്റെ ഇന്നലെ എക്സ്പീരിയൻസ്. കാരണം നമുക്ക് ഒരു മെനു നോക്കിയിട്ട് ഇവർ ഓർഡർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് മനസ്സിലായി. അപ്പൊ ഇവര് ആദ്യം ഇട്ട ഇൻഗ്രീഡിയൻസിനെ ഡിഫറെന്റ് ആക്കി ഞാൻ ഇട്ട് ഞാൻ അങ്ങനെ ജ്യൂസ് കുടിച്ച് ഇറങ്ങിയപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, നീ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് എന്നെ വിളിക്കരുത്, ഞാൻ വേർത്തു പോയി എന്ന് പറഞ്ഞു. അന്ന് എന്നെ കൂടെ നിർത്തിയതാണ്. അതിന് ശേഷം ഇന്ന് വരെ എൻ്റെ കൂടെ കട്ടൊക്കെ ആൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഏകദേശം 3 മാസം കൊണ്ട് തന്നെ ഞാൻ സെയിൽസ് മാനേജർ റാങ്കിലേക്ക് പൈസക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇറങ്ങി ഓടാൻ തുടങ്ങി. 3 മാസം കൊണ്ട് സെയിൽസ് മാനേജർ റാങ്കിലേക്ക് എത്തി. പിന്നീട് ഓരോ റാങ്കും അച്ചീവ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 5ാമത്തെ റാങ്ക് എത്തുമ്പോൾ സീലിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് വന്നപ്പം കമ്മിയുടെ റൈഡർ ഫണ്ട് അച്ചീവ് ചെയ്തു. കമ്മിയുടെ 8ാമത്തെ റാങ്കിലെത്തി. അധികം വൈകാതെ എൻ്റെ ഒരു കിടക്കാച്ചി ഫോട്ടോ കാണാൻ പറ്റും. കാരണം കമ്മിയുടെ 9ാമത്തെ റാങ്കിലേക്ക് എന്തായാലും വൈകാതെ അപ്ഡേറ്റ് ചെയ്യും. അത് ഉറപ്പിച്ച കാര്യമാണ്. അപ്പം എന്തായാലും പൈസക്ക് ഒരുപാട് ആവശ്യമുണ്ട്. പൈസക്ക് വേണ്ടി മാത്രമേ ഞാൻ ബിസിനസ് ചെയ്യുന്നുള്ളൂ. കാരണം ബിസിനസ് ചെയ്താലേ പൈസക്കാരനാകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇൻവെസ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഒരു 10ാം ക്ലാസ് ഫെയിലായ ഒരു വ്യക്തിക്ക് ഇതിലും വലിയ അവസരം വേറെ കിട്ടാനില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഹവായിട്ട് നടന്നുകൊണ്ട് ഷൂടാൻ തുടങ്ങി. ഇൻസൈഡ് ചെയ്യാത്ത ഞാൻ ഇൻസൈഡ് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ അച്ചീവ്മെന്റ്സ് ആട്ടോ. പിന്നെ ഒരു 4 വീലർ സഞ്ചരിക്കുന്നുണ്ട്. അതിൽ എൻ്റെ അച്ചീവ്മെന്റ്സ്, എൻ്റെ ഉമ്മ രോഗിയാണ്, എവിടെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാറില്ല. പക്ഷെ അന്ന് കാർ ഇറങ്ങുന്ന സമയത്ത് കാർ ഇരുന്ന കമ്പനി എൻ്റെ ഇഷ്ടത്തിന്റെ പുറത്ത് അച്ചീവ് ചെയ്തു. അന്ന് എൻ്റെ ഉമ്മനെ ഞാൻ കെട്ടിപ്പിടിച്ച സമയത്ത്, ഞങ്ങളൊരു മത്സരിക്കുന്ന മക്കളാണ് എല്ലാവരും, ഞങ്ങൾ 4 പേരുണ്ട്. അപ്പൊ അന്നൊക്കെ ഉമ്മക്ക് എവിടെയും യാത്ര ചെയ്യാൻ, വലിയ സർജറികൾ യാത്ര ചെയ്യാൻ പറ്റില്ല, എവിടേക്കും വരാറില്ല എൻ്റെ ഉമ്മ. പക്ഷെ അന്ന് നമ്മളിപ്പം വിളിക്കുമ്പോൾ പോകേണ്ട വേണ്ടെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് പോകും. കാരണം ഉമ്മക്ക് വയ്യാത്തോണ്ട് വരില്ല. പക്ഷെ എൻ്റെ ഉമ്മക്ക് സാഹചര്യം മോശമായതുകൊണ്ടാണ്, യാത്രേന്റെ സാഹചര്യം മോശമായതെന്നുള്ളത് സത്യം അന്ന് മനസ്സിലായി. അന്ന് കാർ ഇറങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി മോനെ എനിക്ക് എല്ലാ സ്ഥലത്തേക്കും വരാനോ. സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം എനിക്ക്. അങ്ങനെയാണ് ഫസ്റ്റ് കാർ ഇറങ്ങി. ഇപ്പൊ എൻ്റെ വീട്ടിൽ 4 വണ്ടിയുണ്ട്. ഞങ്ങൾ 4 പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. DSTM റാങ്കിൽ ഒരാളുണ്ട്, STM റാങ്കിൽ 2 പേരുണ്ട്. അപ്പൊ ഞാനിപ്പോൾ DSTM റാങ്കിൽ നിൽക്കുന്നുണ്ട്. 4 പേരും വണ്ടി എടുത്തിട്ട് എൻ്റെ ഉമ്മക്ക് ഇന്ന് ഇത് കാറ് സഞ്ചരിക്കുന്ന കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയുള്ളൊരു കൺസെപ്റ്റാണ് ഫിജിക്കാട്ട്. ഇതൊന്നും കമ്പനി തന്നതല്ല, ഞങ്ങളൊക്കെ ഇഷ്ടത്തിന്റെയും ആഗ്രഹത്തിന്റെയും പുറത്ത് ഞങ്ങൾ എടുത്തത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു മേഖലയാണ്. കൂടെ നിൽക്കാൻ ചുറ്റുപറ്റും ആളുകളുണ്ട്, നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കാന്നുള്ളതാണ്. വൈൻഡപ്പ് സെക്ഷനിൽ വരുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രൗഡാണ്. കാരണം ഈ ഒരു കൺസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് കിട്ടിയിട്ടുണ്ടാവും. ഈ നെഗറ്റീവ്സുകൾ കിട്ടിയിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്ന ഒരുപാട് മൊമെന്റ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര അസൂയാണ്.